കുറച്ച് ദിവസങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നാജിലയും അതോടെ തന്നെ ഷഫീനയും തമ്മിലുള്ള ഒരു ഫൈറ്റാണ് പൊയ്ക്കൊണ്ടേയിരിക്കുന്നത്. അതിന് തുടക്കം ഇട്ടത് ആദ്യമേ ഉണ്ടെങ്കിൽ നാജില വന്നിട്ട് കുട്ടിയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇതേ കണക്ക് ഷഫീനയുടെ ഭാഗത്തു നിന്നൊരു റെസ്പോണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് നീ ഉണ്ടെങ്കിൽ കുട്ടിയുടെ കാര്യം ഇതേ കണക്ക് വലിച്ചിടേണ്ട ഒരു കാര്യമില്ല, കുട്ടിയോടെ നീ കാണിച്ചതല്ല എനിക്കറിയാം, അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള കാര്യങ്ങളൊന്നും നീ വെളിയിൽ പറയേണ്ടെന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ നാജില പിന്നെയും വന്നിട്ടുണ്ടെങ്കിൽ ഇതേ കണക്ക് കുട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ കൂടെ അല്ല, ആദ്യ ഭർത്താവിൻ്റെ കൂടെ പോകണമെന്നുള്ള രീതിയിലൊക്കെ നിൽക്കുകയാണ്. ആദ്യ ഭർത്താവ് ഇതൊക്കെ കുട്ടിയെ വേണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവൻ്റെ കൂടെ വിശ്വസിച്ച് വിടാൻ പറ്റത്തില്ല, ഞാൻ എന്തോ വലിയ തെറ്റ് എന്നുള്ള രീതിയിലാണ് കുട്ടി പെരുമാറുന്നതെന്നൊക്കെ പറഞ്ഞായിരുന്നു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കൊണ്ട് ഈ ഷഫീനെ കുട്ടിയൊക്കെ ഇരുത്തിക്കൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര വൈറലായിട്ടും പോയതുണ്ടായിരുന്നു. അതിന് ശേഷം ഉണ്ടെങ്കിൽ നാജില പിന്നെ ഒരു വീഡിയോ ഇട്ട് എൻ്റെ മോളുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കെതിരായി ഒരുപാട് പേരുണ്ടെങ്കിൽ ഇത് കണക്ക് രംഗത്ത് വന്ന് പല കാര്യങ്ങളും എന്നെക്കൊണ്ട് എനിക്കെതിരെ ചെയ്യിക്കുന്നതെന്നൊക്കെ പറഞ്ഞായിരുന്നു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. സോ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഷഫീനയുടെ ചാനലുണ്ടെങ്കിൽ പുതിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുണ്ടെങ്കിൽ ഷാൻ്റെ ഉമ്മയുടെ കൂടെ സംസാരിക്കുന്നതാണ്. അതിൽ മെയിനായിട്ടുണ്ടെങ്കിൽ അവർ സംസാരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണെങ്കിൽ ഷാൻ്റെ ഉമ്മൻ ഷഫീനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ചീത്തയൊക്കെ വിളിക്കുന്നുണ്ട്. സോ ആ സമയത്തുണ്ടെങ്കിൽ ഷഫീനെയും തിരിച്ചൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ സമയത്തുണ്ടെങ്കിൽ ഇത് കണക്ക് ഷാൻ്റെ ഉമ്മ പറയുന്നുണ്ട് നിൻ്റെ മോനോട് ഈ പെണ്ണ് കിട്ടത്തില്ലെന്നുള്ള രീതിയിലൊക്കെ ഓരോരോ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതിന് മറുപടി എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്നിട്ട് അങ്ങനെ പറയേണ്ട കാര്യമില്ല, എന്തുവാ നിങ്ങളെ മരുമോൾ ചെയ്യുന്നത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞില്ലയോ ഉള്ളെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അടി. സോ അതിന് മറുപടി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഉണ്ടെങ്കിൽ നാജില ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളുണ്ടെങ്കിൽ എന്തിനാണ് ഷാൻ്റെ അമ്മയെ വിളിച്ച് ഇതേണത്തുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്, അവർക്കുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ 80 വയസ്സായി, അവർക്ക് പറയുന്നത് ഒരു ബോധമില്ലാതൊക്കെയാണ് ഓരോരോ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അതോടെ തന്നെ ഷാൻ്റെ ഉമ്മയായിട്ട് ഞങ്ങൾ ഇപ്പോൾ വലിയ ബന്ധമോ കാര്യങ്ങളോ ഒന്നുമില്ല, ഷാനുമായിട്ട് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അവരെന്ത് പറയുന്നതോ അല്ലെങ്കിൽ അവരുടെ വായിലോട്ട് കയറി നിങ്ങൾ ഓരോരോ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നാലും ഷഫീനുണ്ടെങ്കിൽ ഓരോ ദിവസം ചെല്ലുന്നവരും ഉണ്ടെങ്കിൽ നാജിലയ്ക്കെതിരെയുള്ള ഓരോരോ പുതിയ തെളിവുകളും കാര്യങ്ങളും വെളിവിട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനെതിരെ ഉണ്ടെങ്കിൽ പ്രതികരിച്ച് നാജിലയും വീഡിയോ ഇടുന്നുണ്ട്.